إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിരിക്കുന്ന മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയാണ്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തന്നെയാണ്. നമ്മളതിൽ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുമാരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഖുർആനിനെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നമുക്ക് നൽകിയ വലിയൊരു സമ്മാനം തന്നെയാണ് ഈ കവിത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ പ്രധാനമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അഥവാ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടായിരിക്കേണ്ടതായ വിശ്വാസങ്ങളെ പറ്റിയും അവൻ ചെയ്യേണ്ടതായ പ്രവൃത്തികളെ പറ്റിയും ഷെയ്ഖ് റഹിമഹുല്ലാ ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിനെ കുറിച്ച് സലഫുകളിൽ, മുൻഗാമികളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ദുനിയാവിലെ ഏറ്റവും മാധുര്യമുള്ള, ആസ്വാദനമുള്ള കാര്യം എന്തെന്നാൽ അത് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ്. അതുകൊണ്ടാണ് സലഫുകൾ പലരും ഈ ഒരു കാര്യം പറഞ്ഞത്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിനനുസരിച്ച് ഒരാൾക്ക് അവൻ്റെ അമലുകളിലും അവൻ്റെ അക്വാലുകളിലും അവൻ്റെ പ്രവർത്തികളിലും അതുപോലെ തന്നെ അവൻ്റെ സംസാരങ്ങളിൽ വരെ അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനിൽ നിന്ന് ഒരു ഹർഫ് പോലും കേൾക്കാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഏതവസ്ഥയിലും അവൻ്റെ വാക്കുകൾ അത് നന്നാക്കും. അവൻ സംസാരിക്കുന്നത് നല്ലത് മാത്രമായിരിക്കും. അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ എല്ലാ വിഷയവും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, അവനിൽ നിന്ന് ഒന്നും തന്നെ ഗോപ്യമാവുകയില്ല എന്നൊരടിമ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തികളെല്ലാം തന്നെ അത് നന്നാകും. ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിനനുസരിച്ച് അവൻ്റെ പ്രവർത്തികൾക്കും വാക്കുകൾക്കും വ്യത്യാസമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീൻ പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ദീൻ മാറിയിരുന്ന് പഠിക്കാൻ സാധിക്കുക എന്നത് ചെറിയ അനുഗ്രഹമല്ല. കാരണം ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ തന്നെ എത്ര ആളുകളുണ്ട്, പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ദീനിനാണോ പ്രാധാന്യം നൽകുന്നത്, അതല്ല തീർന്നു പോകുന്ന ദുനിയാവിനാണോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ സഹോദരങ്ങളെ, ഈ ഒരു നിഅമത്ത് അത് നിലനിൽക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഖളാ ഖദറിനെ കുറിച്ചായിരുന്നു, അഥവാ വിധിയിൽ ഉള്ള വിശ്വാസം. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, നുഖിറു ബി അഹ്വാലിൽ ഖിയാമത്തി കുല്ലിഹാ വമസ്തമലത്ഹു അദ്ദാറു ഹഖ്ഖൻ വനഷ്ഹദു. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്,
ഖിയാമത്ത് നാളിലെ അവസ്ഥകളെക്കുറിച്ചാണ്. അത് അഹ്ലുസുന്ന, അഹ്ലുൽ ഹഖ് അവർ അത് അംഗീകരിക്കുന്നുണ്ട്. അഥവാ ഖിയാമത്ത് നാളിലെ പല കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളും അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഹക്കിൻ്റെ ആളുകൾ. ഖുർആനും സുന്നത്തും യഥാവണ്ണം പിൻപറ്റുന്ന ആളുകളാണ് അഹ്ലുൽ ഹഖ്. നമ്മൾ പറഞ്ഞിരുന്നു, അവർ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ അത് സത്യപ്പെടുത്തുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അന്ത്യനാൾ ഉണ്ട് എന്നത്. ഈ ദുനിയാവ് അത് അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ അത് സംഭവിക്കുമെന്നുള്ളത്. മാത്രമല്ല ഇത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു ഈമാനാണ്. അർക്കാനുൽ ഈമാൻ നമുക്കറിയാം, അതിൽപ്പെട്ട ഒരു റുക്നാണ്, ഒരു അടിസ്ഥാനമായ കാര്യമാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുകയില്ല അവൻ അന്ത്യനാളിൽ വിശ്വസിച്ചാലല്ലാതെ. എന്താണ് സഹോദരങ്ങളെ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അന്ത്യനാൾ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി അന്ത്യനാൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖിയാമത്ത് നാൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖാമത്ത് ഖിയാമത്തു, പിന്നീട് അവൻ്റെ ഖിയാമത്ത് നാൾ അത് ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഖബർ ജീവിതം, ഇതിനൊക്കെ ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എന്ന് പറയും. ആ ജീവിതത്തിനും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഖിയാമത്ത് നാൾ എന്ന് പറയും. ഇതും ഖിയാമത്തിൽ പെട്ടത് തന്നെയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമുക്കറിയാം, ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അഥവാ ഖിയാമത്ത് നാളിൽ ഇന്ന കാര്യങ്ങൾ നടക്കും, ഇന്നത് നടക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ അതേപടി വിശ്വസിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കാര്യങ്ങൾ അവിടുത്തെ സുന്നത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതും നമ്മൾ വിശ്വസിക്കണം, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരണപ്പെട്ടത് മുതൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരാൾ മരിച്ചത് മുതൽ അയാൾ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം, ഖബറിലെ പരീക്ഷണങ്ങൾ. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഖബറിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ തന്നെ മലക്കുകളുടെ ചോദ്യം. നമുക്കറിയാം, അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? മലക്കുകൾ ഖബറിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്താണ് ആ ചോദ്യം? മൻ റബ്ബുക. ഒന്നാമത്തെ ചോദ്യം നിന്റെ റബ്ബാരാണ് എന്നതാണ്. നിന്റെ റബ്ബ് ആരാണ് എന്നതാണ്. അതുപോലെ തന്നെ വമാ ദീനുക, നിന്റെ ദീൻ അതേതാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത് വമൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നതാണ് മൂന്ന് ചോദ്യം. അതല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആരാണിത് എന്ന ചോദ്യം എന്നും ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഒരാൾ ഇതനുസരിച്ചാണ് ദുനിയാവിൽ ജീവിക്കുന്നത് എങ്കിൽ അവന് വളരെ എളുപ്പത്തിൽ ഇത് മൂന്നിനും ഉത്തരം നൽകാൻ സാധിക്കും. അതല്ല എങ്കിൽ കാര്യം എങ്ങനെയായിരിക്കും? അഥവാ ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിച്ചു, അവൻ ദീനീപരമായി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ കാര്യം അത് വളരെ ഗുരുതരമായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും? ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്നതായിരിക്കും. വമാ ദീനുക, ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദീനീപരമായി അല്ല നടന്നത് എങ്കിൽ അവൻ്റെ ഉത്തരം എന്തായിരിക്കും? ലാ അദ്രി, എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ
അവിടുത്തെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ലാ അദ്രി, എനിക്കറിയില്ല. ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതായി ഞാൻ കേട്ടിരുന്നു, പക്ഷെ ആരാണിത് എന്ന് എനിക്കറിയില്ല എന്നതായിരിക്കും ചോദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇതിനു വേണ്ടി പണിയെടുക്കണം. അഥവാ ആരാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ അറിയണം. എന്താണ് നമ്മുടെ ദീൻ എന്നത് നമ്മൾ അറിയണം. ആരാണ് നമുക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് സഹോദരങ്ങളെ ഒരു ഉദാഹരണം. ഇത് ഖിയാമത്ത് നാളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഖബർ അത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് അത് അനുഗ്രഹങ്ങളായിരിക്കും. അതിൽ അനുഗ്രഹങ്ങളായിരിക്കും അവർക്ക് കാണുക. നമുക്കറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? അവർക്ക് സ്വർഗത്തിലെ ഇരിപ്പിടം അത് കാണിക്കപ്പെടും. ഖബറിൽ ഉള്ളപ്പോൾ തന്നെ അവരെന്താണ് ആഗ്രഹിക്കുക? റബ്ബി അഖിമിസ്സാഅ, റബ്ബേ ഖിയാമത്ത് നാൾ അഥവാ ലോകം അവസാനിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ആക്കി തീർക്കണമേ എന്ന് മുഅ്മിനീങ്ങൾ അഥവാ സ്വർഗത്തിൻ്റെ ആളുകൾ ഖബറിൽ വെച്ച് പറയുമെന്നുള്ളതാണ്. നേരെ വിപരീതവും നരകത്തിൻ്റെ ആളുകൾക്ക് അവരുടെ ഇരിപ്പിടം അത് കാണിക്കപ്പെടും. അവരെന്താണ് പറയുക? റബ്ബേ ഒരിക്കൽ പോലും ഖിയാമത്ത് നാൾ അത് സംഭവിപ്പിക്കരുതേ എന്ന് നരകത്തിൻ്റെ ആളുകൾ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം, റബ്ബിനെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖബർ ജീവിതം അത് വളരെ മനോഹരമായിരിക്കും. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, ആരാണോ ഭൂമിക്ക് മുകളിൽ വെച്ച് അള്ളാഹുവോട് മര്യാദ കാണിക്കാത്തത്, നാളെ മണ്ണിന് താഴെ ഖബറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മര്യാദ പഠിപ്പിക്കും. വല്ലാത്തൊരു വാക്കാണത്. സലഫുകളിൽ ചിലർ പറഞ്ഞ വാക്കാണത്. എന്താണ്? ആരാണോ മണ്ണിന് മുകളിൽ വെച്ച് റബ്ബിനോട് മര്യാദ കാണിക്കാത്തത്, മണ്ണിനടിയിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മര്യാദ പഠിപ്പിക്കുമെന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ചെറുതല്ല, ഗൗരവമുള്ളതാണ്. നമ്മളിവിടെ ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരണുമണി പോലും തൂക്കം കുറയാത്ത അവസ്ഥയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ അത് തിന്മയായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പുനരുദ്ധാരണം അതും ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കാനുള്ളതാണ്. ഒരിക്കലും നമ്മുടെ ഈ ജീവിതം, ചില ആളുകൾ പറയുന്നത് പോലെ, എന്താണ് അവർ പറയുന്നത്? യോളോ എന്ന് പറഞ്ഞ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് കാണാം. എന്താണ് യോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യു ഓൺലി ലിവ്സ് വൺസ്, നീ ഒരു തവണ മാത്രമേ ജീവിക്കൂ. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? അടിച്ചു പൊളിച്ച് ജീവിക്കുക. ദുനിയാവിൽ നിനക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതുപോലെ നീ ജീവിക്കുക എന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ. സഹോദരങ്ങളെ, ഇതുപോലുള്ള കുഫറിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതം ഈ ദുനിയാവോട് കൂടി തീരുന്നതല്ല. മറിച്ച് നമ്മുടെ ഒരു മുഅ്മിന്റെ യഥാർത്ഥ ജീവിതമല്ല, മനുഷ്യരുടെ എല്ലാവരുടെയും യഥാർത്ഥ ജീവിതം അത് ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ യഥാർത്ഥ ജീവിതം അത് ആരംഭിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഈ ദുനിയാവിൽ എത്ര തെമ്മാടിത്തരങ്ങളും മോശമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന് കൃത്യമായ നീതിയോട് കൂടിയുള്ള നിലപാടുകൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ? എത്രയോ ആളുകൾ അവർക്കറിയില്ല എന്തിനാണ് ഞാൻ മരണപ്പെട്ടത്. കൊന്ന ആളുകൾക്കും അറിയില്ല എന്തിനാണ് ഞാൻ കൊന്നത്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഈ കൊല്ലപ്പെട്ടയാൾ അവർക്കുള്ള നീതി എവിടെ ഈ ദുനിയാവിൽ? അതുപോലെ തന്നെ പല ആളുകൾക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗസ, അവിടെ പല ആളുകളും മരണപ്പെടുകയാണ്. അവർക്കുള്ള നീതി എവിടെ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നത്, അഥവാ എല്ലാത്തിനുമുള്ള ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി കൊണ്ട് നീതി ലഭിക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ടാണ് മാലികി യൗമുദ്ദീൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നത്. അഥവാ ഖിയാമത്ത് നാളിൽ നാളെ എല്ലാത്തിനുമുള്ള നീതി അത് നടപ്പാക്കപ്പെടും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളിൻ്റെ വിഷയത്തിൽ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ് യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം. വിചാരണയുടെ ദിവസം അന്ന് പല രൂപത്തിൽ വിചാരണകളുണ്ട്. ചില ആളുകൾക്ക് ചെറിയ രൂപത്തിൽ വിചാരണ ചെയ്യപ്പെടും. ചെറിയ രൂപത്തിൽ പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കീറി മുറിച്ചുകൊണ്ടുള്ള വിചാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മൻ നൂഖിശ ഉദ്ദിബ്,
ആരെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല കീറി മുറിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്നത്, ഉദ്ദിബ്, എന്താകും? അവന് ശിക്ഷ ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എളുപ്പമുള്ള വിചാരണ എനിക്ക് നൽകണമേ എന്നൊരു മുഅ്മിൻ അത് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ജനങ്ങൾക്കിടയിൽ പ്രതികാര പ്രക്രിയ അത് നടപ്പാക്കും. യൗമുൽ ഖിസാസ്. എന്താണ് സഹോദരങ്ങളെ പ്രതികാര പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുനിയാവിൽ പല ആളുകളും പലതും ലഭിക്കാതെ പോയ ആളുകളുണ്ട്. അഥവാ ചില ആളുകളോട് അനീതിയും അക്രമവും കാണിച്ചിട്ടുണ്ട്. അവർ ഈ ദുനിയാവിൽ അവർക്ക് നീതി ലഭിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഖിയാമത്ത് നാളിലുള്ള അവസ്ഥ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും. എന്താണ് അവരുടെ ഹാൽ? പല മലകൾ അല്ലെങ്കിൽ വലിയ മലകൾ കണക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ അവർ പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് അവരുടെ അവസ്ഥ? ചില ആളുകളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളെ അന്യായമായി അവർ മർദ്ദിച്ചിട്ടുണ്ട്, ചില ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ സമ്പത്ത് അത് അപഹരിച്ചെടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നാളെ? എങ്ങനെയായിരിക്കും പ്രതികാര പ്രക്രിയ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മകളും തിന്മകളും പരസ്പരം കൊടുത്തുകൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരാളോട് അനീതി കാണിച്ചു, ഞാൻ കാണിച്ച അനീതിക്ക് കണക്കായി എൻ്റെ നന്മകൾ ഞാൻ ആരോടാണോ അനീതി കാണിച്ചത് അവർക്ക് കൊടുക്കും. നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുക, ഞാൻ ഒരാളോട് അനീതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ നന്മകൾ അയാൾക്ക് കൊടുക്കും. ഇനി ഞാൻ ചെയ്ത നന്മകൾ വളരെ വിരളവും ഞാൻ അയാളോട് കാണിച്ച അനീതി വളരെ കൂടുതലുമാണെങ്കിലോ? തീർന്നില്ല. നന്മകൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ അയാൾ ചെയ്ത തിന്മകൾ എനിക്കുമേൽ വഹിക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ ആ അവസ്ഥ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ അള്ളാഹ്ക്ക് ഇഖ്ലാസോട് കൂടി ചെയ്ത അമലുകൾ എത്ര ഉണ്ടാകും? ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കുക, ഇഖ്ലാസോട് കൂടി ചെയ്ത അമലുകൾ അതെത്രയായിരിക്കും? നാളെ നമ്മൾ ഒരാളോട് അനീതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് നമ്മുടെ നന്മകൾ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുക അയാൾ ചെയ്ത തിന്മകളായിരിക്കും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, ഒരാളോടും അനീതി കാണിക്കരുത്. ഒരു മനുഷ്യൻ, അയാൾ മനുഷ്യനാണോ, എല്ലാ മൃഗങ്ങളോട് പോലും അനീതി കാണിക്കരുത് എന്നുള്ളതാണ്. അല്ലേ? ഒരു സ്ത്രീ രാത്രി നിസ്കരിക്കുന്ന സ്ത്രീയാണ്, രാവിലെ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ്. അവൾ ചെയ്ത കാര്യം എന്താണ്? ഒരു പൂച്ചയെ, ശ്രദ്ധിക്കണം, ഒരു പൂച്ചയെ കെട്ടിയിട്ട് കൊണ്ട് പ്രയാസപ്പെടുത്തി. അതിന് വേണ്ട രൂപത്തിൽ ഭക്ഷണം കൊടുത്തില്ല, അതിന് വേണ്ട രൂപത്തിൽ വെള്ളം കൊടുത്തില്ല. ആ പൂച്ച മരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇന്നഹാ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന്. നേരെ തിരിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരാൾ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് എന്തു കൊടുത്തു? വെള്ളം കൊടുത്തു. അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ആൾ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഒരു കഅബയേക്കാൾ പവിത്രതയുള്ളതാണ് ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഅബയേക്കാൾ പവിത്രത ഉള്ളയാളാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമോ കഅബ പൊളിക്കാൻ? ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കുക, കഅബ പൊളിക്കാൻ നമ്മൾ ആരെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരു മുഅ്മിൻ്റെ ഹൃദയം നമ്മൾ എത്രമാത്രം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളും ചിന്തിക്കുക. നമ്മൾ നമ്മുടെ സഹോദരൻ്റെ ഹൃദയം നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ചെറിയ കാര്യമല്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ഒരു മുഅ്മിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അനീതി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗനരക പ്രവേശനം അതും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് കൂട്ടരാണ് നാളെ ഉണ്ടാവുക. ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫി സഈർ. ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും. ഈ ഒരു കാര്യവും നമ്മൾ വളരെയധികം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യവും വിശ്വസിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്, അതിലും നമ്മൾ വിശ്വസിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദ് ലഭിക്കപ്പെടും. വളരെ വലിയ ഒരു ഹൗദാണത്. അതിൽ നിന്നും ഒരു തുള്ളി കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അയാൾ ദാഹിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ ആ ഹൗദിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആരാണവർ? ബിദ്അത്ത് ചെയ്ത ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത ആളുകളെ നാളെ ഖിയാമത്ത് നാളിൽ മലക്കുകൾ ആട്ടി ഓടിക്കും. സുഹ്കൻ സുഹ്കൻ എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അവരെ എന്തിനാണ് ആട്ടി ഓടിക്കുന്നത്? മലക്കുകൾ പറയുമെന്നാണ്, നിങ്ങൾക്ക് ശേഷം അവരെന്തൊക്കെയാണ് ദീനിൽ കൂട്ടിച്ചേർത്തത് എന്ന് നിനക്കറിയില്ലല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലായിക്കത്തുകൾ പറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ അതിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളം, അത് നമുക്ക് ലഭിക്കാതെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശ്വസിക്കണം. ഇതെല്ലാം തന്നെ എന്താണ്? അദൃശ്യമായ കാര്യമാണ്. പക്ഷെ ഖുർആനും സുന്നത്തിലും ഇന്നത് വന്നിട്ടുണ്ട് ഖിയാമത്ത് നാളിനെ പറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ബുദ്ധി ഇതൊന്നും അംഗീകരിച്ചില്ല എന്നത് ആണ് കാര്യമെങ്കിൽ കൂടി നമ്മൾ ഇതിൽ കീഴൊതുങ്ങണം. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിധിയുള്ളതാണ് എന്നത്. അതിനാൽ തന്നെ അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിശ്വാസം. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, തഫക്കർ ബി ആസാരിൽ അളീമി വമാ ഹവത് മമാലികുൽ ഉളുമാ ലഅല്ലക തുർഷിദു. പിന്നീട് ഷെയ്ഖ് പറയുന്നത്, തഫക്കർ, നീ ചിന്തിക്കുക. നീ ചിന്തിക്കുക. എന്തിനെ പറ്റി? ഈ ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നീ ചിന്തിക്കണം. മമാലികുൽ ഉളുമാ ലഅല്ലക തുർഷിദു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിപ്പത്തെ പറ്റിയും ഇതിനെയൊക്കെ പടച്ച റബ്ബിനെ പറ്റിയും നീ ചിന്തിക്കുക. ലഅല്ലക തുർഷിദു, നീ നേരായ മാർഗത്തിലേക്ക് ഒരുപക്ഷെ വഴികാട്ടപ്പെട്ടേക്കാം എന്ന് ഷെയ്ഖ് പറയുകയാണ്. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും തൗഹീദിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം പിന്നീട് ഷെയ്ഖ് പറയുന്നത് ചില ദൃഷ്ടാന്തങ്ങളെ പറ്റിയാണ്, ചില ആയാത്തുകളെ പറ്റിയാണ്. അഥവാ അള്ളാഹുവിനെ അറിയിക്കുന്ന, അള്ളാഹുവാണ് ഇതെല്ലാം പടച്ചത് എന്നറിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുന്നത്. ഈമാൻ അതിനെ ബലവത്തായതാക്കാൻ, കരുത്തുള്ളതാക്കാൻ ഷെയ്ഖ് റഹിമഹുല്ലാ ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് വൃഥാ അല്ല, മറിച്ച് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു പറയുകയാണ്, ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയോ മനുഷ്യന്മാരെയോ ഞാൻ പടച്ചിട്ടില്ല. അങ്ങനെ സഹോദരങ്ങളെ, അവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ചില ദൃഷ്ടാന്തങ്ങൾ ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതുപോലെ തന്നെ ദീനീപരമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്ന ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. നമുക്കറിയാം സഹോദരങ്ങളെ, മനുഷ്യരെല്ലാവരും ശുദ്ധ പ്രകൃതിയിലായിട്ടാണ് ജനിക്കുന്നത്, അഥവാ ഇസ്ലാമിലായിട്ടാണ് ജനിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലായിക്കൊണ്ടാണ്. എന്താണ് ഫിത്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമാണ്. അത് ഇസ്ലാമാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും നസ്രാണിയാക്കുന്നതും തീനെ ആരാധിക്കുന്നവനാക്കുന്നതും അവൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ആളുകളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പക്ഷേ അവരുടെ മാതാപിതാക്കളാണ് അവരെ ഓരോ മതത്തിലേക്കും ചേർക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു ഫായിദ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ
അദ്ദേഹമൊക്കെ പറഞ്ഞതായി കാണാം. യഹൂദിയായ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി മരണപ്പെട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു? അവൻ ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ജനിച്ചു തൊട്ടുടനെ തന്നെ മരണപ്പെട്ടു. അങ്ങനെ ഒരാൾ വന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഇസ്ലാമിലായിക്കൊണ്ടാണ്. അതിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടിയെ കഫൻ ചെയ്യാം, എന്നിട്ട് മറമാടാം, അതിനു മുൻപ് നമുക്ക് മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരം ശരിയാണോ? ഇങ്ങനെ പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് ആ കുട്ടി ഫിത്രത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് ശരിയാണോ? അല്ല, ശരിയല്ല. കാരണം എന്താണ്? ഉപ്പയും ഉമ്മയും ഏതവസ്ഥയിലാണോ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് കാര്യങ്ങൾ പരിഗണിക്കുക. ഉപ്പയും ഉമ്മയും ഏതവസ്ഥയിലാണോ അതനുസരിച്ചായിരിക്കും ദുനിയാവിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുക. എന്നാൽ ഖിയാമത്ത് നാളിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു അലം. ഖിയാമത്ത് നാളിൽ എന്തായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു അവർക്കൊരു പരീക്ഷണം നൽകും. അള്ളാഹു അവർക്കൊരു പരീക്ഷണം നൽകും. എന്നിട്ട് അതിൽ എന്താണോ അതിനുള്ള നതീജ അതനുസരിച്ചായിരിക്കും അവരുടെ അവസ്ഥ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥ എന്താണോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ശുദ്ധ പ്രകൃതി എന്നുള്ളത് എന്താണ്? അത് തൗഹീദാണ്. അത് തൗഹീദാണ്. ഏതൊരാളുടെയും ശുദ്ധ പ്രകൃതി അത് തൗഹീദാണ്. ഒരേ ഒരു റബ്ബാണ് ഉള്ളത് എന്നതാണ് ഓരോ ആളുകളുടെയും ശുദ്ധ പ്രകൃതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുന്നു, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ, ഞാൻ എൻ്റെ അടിമകളെ സൃഷ്ടിച്ചത് ഹനീഫീങ്ങളായിട്ടാണ്. എന്താണ് ഹുനഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദിലായിക്കൊണ്ടാണ്. ശിർക്കിൻ്റെ ലാഞ്ചനയില്ലാത്ത തൗഹീദിലേക്ക് മാത്രം ചെരിഞ്ഞവർക്കാണ് ഹുനഫ എന്ന് പറയുക, അല്ലെങ്കിൽ ഹനീഫ് എന്ന് പറയുക. ആ ഒരു അവസ്ഥയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും പടച്ചിട്ടുള്ളത്. ഫജ്താലത്ഹുമുശ് ശയാത്തീനു ഫഹറമത് അലൈഹിം മാ അഹ്ലൽതു ലഹും, പിന്നീട് ശൈത്താൻ വന്നുകൊണ്ട് ഞാൻ എന്ത് കാര്യമാണോ അവർക്ക് ഹലാലാക്കിയത് അതിനെ അവൻ എന്ത് ചെയ്യാണ്? ഹറാമാക്കുകയാണ്. വഅമറത്ഹും അൻ യുശ്രികൂ ബി, പിന്നീട് അവൻ എന്ത് ചെയ്യാണ്? എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയാണ്. മാലം ഉനസിൽ ബിഹി സുൽത്താന, ഞാനൊരു തെളിവും ഇറക്കിയിട്ടില്ലാത്ത കാര്യത്തിനെ പറ്റി എന്നിൽ പങ്കു ചേർക്കാൻ ശൈത്താൻ പറയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളുടെ ശുദ്ധ പ്രകൃതി എന്നത് അത് തൗഹീദാണ്. അത് തൗഹീദാണ്. അതുപോലെ തന്നെ കേടുപാട് സംഭവിക്കാത്ത ബുദ്ധിയും അറിയിക്കുന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രാപഞ്ചികമായ പല കാര്യങ്ങളും അത് അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അത് അടുത്ത വരിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്, നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റബ്ബുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ഏറ്റവും വലിയ തെളിവെന്താണ്? നമ്മുടെ ശരീരം തന്നെയാണ്. നമ്മുടെ ശരീരം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചത് ഏത് രൂപത്തിലാണ് എന്നുള്ളത്. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യരെ പടച്ചത് അഹ്സന തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് എന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കണ്ണ് മുഖത്തല്ലാതെ നമ്മുടെ കൈക്കുള്ളിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും? എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വീഴുമ്പോൾ ആദ്യം നമ്മൾ വെക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ കൈയാണ്. അങ്ങനെ ആ കൈക്കുള്ളിലാണ് കണ്ണുള്ളത് എങ്കിൽ എത്ര തവണ നമ്മുടെ കണ്ണിന് പ്രയാസമുണ്ടാകും? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഫി അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് റബ്ബ് ചോദിച്ചത്. തീർന്നില്ല, നമ്മുടെ ചുണ്ടിന് മുകളിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മൂക്കിനെ വെച്ചു. എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? നമ്മൾ പല ഭക്ഷണങ്ങളും അത് മോശമാണ് എന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മണത്തുകൊണ്ടാണ്. നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വായക്ക് മുകളിൽ മൂക്കുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയാണ് ഇത് നല്ലതാണോ അതല്ല മോശമാണോ എന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ചു നോക്കുക.
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. പല രോഗങ്ങളുമുള്ള ആളുകൾ, അവർ ഓരോ കാര്യങ്ങളും ഉണ്ടാകാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ലഭിക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കണം പഴയ അവസ്ഥയിലാകാൻ. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്തെങ്കിലും രോഗം വരണം. ഓരോ കാര്യങ്ങൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ മുടക്കേണ്ടതായ തുക എത്രയാ എന്നുള്ളത് നമുക്ക് ആ അവസ്ഥയിലാണ് മനസ്സിലാകുക. അള്ളാഹു നമുക്ക് രോഗം വരുത്താതിരിക്കട്ടെ. അത് നമ്മുടെ ജീവൻ്റെ വില അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും വില മനസ്സിലാകണമെങ്കിൽ നമ്മൾ രോഗിയായാലാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുക. അതുകൊണ്ടാണ് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പറയുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അറിയിക്കുന്നത് തൗഹീദാണ്, അഥവാ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും അള്ളാഹു മാത്രമാണ് ഇതെല്ലാം പടച്ചത് എന്നും നമുക്ക് അറിയിച്ചു തരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഓരോ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ അത് നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, ഹദീസുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ദീൻ അത് ഹക്കാണെന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പഠിക്കുക എന്നത് മാത്രമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു പല കാര്യങ്ങളും അവനെ അറിയിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിക്കാൻ നമ്മളോട് പറയുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, അവലം യതഫക്കറു ഫി അൻഫുസിഹിം, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവർ അവരെ പറ്റി അല്ലെങ്കിൽ അവരെ പറ്റി തന്നെ അവർ ചിന്തിക്കുന്നില്ലേ? മാ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അള്ളാഹു ഹക്കായി കൊണ്ട് പടച്ചതാണ്. വ അജലിൽ മുസമ്മ, പക്ഷെ അതിനെല്ലാം നിശ്ചിതമായ ഒരവധിയുണ്ട്. വ ഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ, പക്ഷെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ അവർ നിഷേധിച്ച് തള്ളുന്ന ആളുകളാണ്. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അള്ളാഹു ഏത് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്? ആകാശഭൂമികളെ പടച്ചതിനെ പറ്റി, അതിനെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ റബ്ബ് പറയുകയാണ്, പക്ഷേ മനുഷ്യന്മാരുടെ അവസ്ഥ അവർ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ച് കളയുന്ന ആളുകളാണ് എന്ന് അള്ളാഹു പറയുകയാണ് മനുഷ്യന്മാരെ പറ്റി. എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി കാണാം, അവലം യസീറു ഫിൽ അർളി, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുൻപ് നശിച്ചു പോയ അല്ലെങ്കിൽ അവർക്ക് മുന്നേ കഴിഞ്ഞു പോയ ആളുകളെ പറ്റി, അവരുടെ അന്ത്യത്തെ പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? കാനു അശദ്ദ മിൻഹും ഖുവ, അവർ നിങ്ങളെക്കാൾ ശക്തിയുള്ള ആളുകളായിരുന്നു. വ അമറുഹ അക്തറ മിമ്മ അമറുഹ, അവർക്ക് നിങ്ങളെക്കാൾ ആയുസ് നൽകിയിരുന്നു. അവർക്ക് നിങ്ങളെക്കാൾ ആയുസ് നാം നൽകിയിരുന്നു. വജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അള്ളാഹു വെറുതെ വിട്ടില്ല, അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ റസൂലുമാരെ റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു ഒരിക്കലും അവരോട് അനീതി കാണിച്ചിട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി. എടുത്തു പറയുകയാണ്, അവർ ശക്തിയുള്ള ആളുകളായിരുന്നു, അവർക്ക് ആയുസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് റസൂലുമാരെ നിയോഗിച്ചു കൊടുത്തു. പക്ഷേ അവരെന്താണ്? സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകളാണ്. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അള്ളാഹു അല്ല അവരോട് അനീതി കാണിച്ചത്, മറിച്ച് അവരോട് തന്നെ അനീതി കാണിച്ചതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അഥവാ സഹോദരങ്ങളെ, നമ്മൾ ഈ കാണുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി, അതുപോലെ തന്നെ ഇവിടെയുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കല്ലുകളെ പറ്റി വരെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു റബ്ബുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ടല്ലേ ചില അറാബികളോട്, നീ എങ്ങനെയാണ് റബ്ബിനെ, കൈഫ അറഫ്ത റബ്ബക്, എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? എന്താണ് അവർ കൊടുത്ത മറുപടി? അൽ അബ്റതു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിൻ്റെ കാഷ്ടം അറിയിക്കുന്നത് ഒട്ടകം എന്നൊരു സാധനമുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ കാലടിപ്പാടുകൾ അറിയിക്കുന്നത് എന്തിനെയാണ്? ഒരു യാത്രക്കാരൻ ഇതിലെ പോയിട്ടുണ്ട് എന്നതാണ്. ഈ കാണുന്ന ഭൂമിയും പ്രപഞ്ചവും എല്ലാം അറിയിക്കുന്നത് ഖബീറും ലത്തീഫുമായ റബ്ബിനെയല്ലേ എന്ന് ഒരു സാധാരണ
അറാബി ഗ്രാമീണൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വല്ലാത്തൊരു വാക്കാണത്. ഒന്നും ഒരിക്കലും സഹോദരങ്ങളെ വ്രത ഉണ്ടാവുകയില്ല. ഒരു കാര്യവും വ്രത ഉണ്ടാവുകയില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ആകാശത്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ബിഗൈരി അമദിൻ തറൗനഹ, നാം ആകാശത്തിനെ പടച്ചത് എങ്ങനെയാണ്? തൂണുകളില്ലാതെയാണ്. നമ്മൾ ചിന്തിക്കണം, വലിയ വലിയ കെട്ടിടങ്ങൾ, അതിനെല്ലാം തന്നെ എന്തിൻ്റെ ആവശ്യമുണ്ട്? തൂണിൻ്റെ ആവശ്യമുണ്ട്. വലിയ കെട്ടിടങ്ങൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വിശാലതയുള്ള ആകാശത്തിന് ഒരു തൂണ് പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിനെ വിശദീകരിച്ചതായി കാണാം പണ്ഡിതന്മാർ. ചിലർ പറഞ്ഞു അതിന് തൂണുകളുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യന്മാർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതിന് തൂണ് ഇല്ല തന്നെ, അത് നമുക്ക് കാണാതിരിക്കുന്നതാണ്. ചില ആളുകൾ പറഞ്ഞു അതൊരു പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടേക്കാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, അതിന് തൂണുകൾ തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാലും സഹോദരങ്ങളെ, ആകാശത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. പല ആളുകൾക്കും നമ്മുടെ സഹോദരന്മാർ അതിൽ ചിലർ ഹിദായത്ത് ലഭിക്കാൻ അവർക്ക് കാരണമായത് ആകാശത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇടയ്ക്കെന്ത് ചെയ്യണം? ആകാശത്തിലേക്ക് നോക്കണം. എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെയാണിത്? ഇത്രയും വലിയ ആകാശം, ഇത്രയും വിശാലമായ ആകാശം തൂണുകളില്ലാതെ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത് എന്നത് തീർന്നില്ല. സൂര്യനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കുക. എങ്ങനെയാണ് സഹോദരങ്ങളെ അത് ഇത്രയും വെളിച്ചമുള്ളതാകുന്നത്? അതുപോലെ തന്നെ ചന്ദ്രനെ പറ്റി, അത് രണ്ടും കാണാൻ ഒരുപോലെയാണ്. ഏകദേശം അത് രണ്ടിനെയും കാണാൻ ഒരുപോലെയാണ്, പക്ഷേ രണ്ടും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുമാത്രമല്ല, നക്ഷത്രങ്ങളെ പറ്റി, ഓരോ നക്ഷത്രങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിക്കുക. അത് പരസ്പരം കൂട്ടിമുട്ടാതെ ആകാശത്ത് വളരെ മനോഹരമായ രൂപത്തിൽ നിൽക്കുന്നത്, അത് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ചിലർ പറയുന്നതായി കാണാം ഈ നക്ഷത്രത്തിനെ പറ്റി, അല്ലെങ്കിൽ ഇൽമുൽ ഫലക് എന്ന് പറയും, നക്ഷത്രത്തിനെ പറ്റിയൊക്കെ പഠിച്ച ആളുകൾ പറഞ്ഞതായി കാണാം, ഒരു നക്ഷത്രം ഇന്ന നക്ഷത്രവുമായി കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഒരിക്കൽ പോലും അതെന്ത് ചെയ്യുന്നില്ല? പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇതിനെന്ത് സംഭവിക്കുന്നുണ്ട്? പരസ്പരം അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് പരസ്പരം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കൽ പോലും കൂട്ടിമുട്ടുന്നില്ല. ഇതിങ്ങനെ വ്രതാ നടക്കുമെന്നാണോ? ഒരിക്കലുമല്ല, വല്ലാഹി അല്ല. ഇത് കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്. അവൻ്റെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് റബ്ബ് നമ്മളോട് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പടച്ചവൻ്റെ വലിപ്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ഭൂമി അത് മുഴുവനായും സഞ്ചരിച്ച് തീർത്ത ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ആകാശത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിനെയൊക്കെ പഠിച്ച റബ്ബിൻ്റെ ആ ഒരു വലിപ്പം എത്രത്തോളമായിരിക്കും? അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു അക്ബർ എന്താണ് അതിൻ്റെ അർത്ഥം? അവനാണ് ഏറ്റവും വലിയവൻ എന്നതാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണമെന്നാണ് ഷേഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത്. അതിനുശേഷം ഷേഖ് പറയുകയാണ്, അലം തറ ഹാദൽ ലൈല ഇദ് ജാഅ മുസ്ലിമ, നിങ്ങൾ കാണുന്നില്ലേ ഈ രാത്രിയെ? അതെങ്ങനെയാണ് വരുന്നത്? ഇരുട്ടുമായിട്ടാണ് രാത്രി വരുന്നത്. ഫഅഖബഹു ജയ്ഷും മിനസ് സുബ്ഹി യത്റുദു, എന്നാൽ ആ രാത്രിക്ക് തൊട്ടു പിറകെ തന്നെ എന്ത് വരുന്നുണ്ട്? ഒരു സൈന്യത്തെ പോലെ പകലും വരുന്നുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഷേഖ് റഹിമഹുല്ല പിന്നീടുള്ള വരികളിൽ പറയുകയാണ്. ഇവിടെ എന്താണ് ഷേഖ് ഉദ്ദേശിച്ചത്? രാപ്പകലുകൾ മാറി മറിയുന്നതിനെ പറ്റിയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രാപ്പകലുകൾ അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ, രാപ്പകലുകൾ മാറി മറിയുന്നത് എന്നത്. അത് രാത്രി അത് കഴിഞ്ഞാൽ പിന്നീട് പൊടുന്നനെ തന്നെ രാവിലെ വരികയാണ്. രാത്രി കൃത്യമായ ഒരു സമയമായാൽ അത് രാത്രിയാവുകയാണ്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് രാത്രിയാവുന്നുണ്ടോ? ഇല്ല. അഥവാ ഒരു ദിവസം മുഴുവനായും രാത്രി, പിന്നെ പകൽ, പിന്നെ ഒരു ദിവസം ഉച്ചക്ക് രാത്രിയാകുന്നു, അങ്ങനെ ഒരവസ്ഥയില്ല. മറിച്ച് കൃത്യമായി കൊണ്ട് എന്താണ്
ആ രാത്രിയും പകലും മാറി മറിയുന്നത്. നമ്മൾ ആരും കണ്ടിട്ടില്ല പകലിൻ്റെ സമയത്ത് രാത്രിയാവുന്നത് നമ്മുടെ നാട്ടിൽ അഥവാ രാവിലെ അല്ലെങ്കിൽ പകലിൻ്റെ സമയത്ത് രാത്രിയാകുന്നില്ല, നേരെ തിരിച്ചുമാകുന്നില്ല. കൃത്യമായ വ്യവസ്ഥയോടുകൂടിയാണ് രാപ്പകലുകൾ അത് മാറി മറിയുന്നത്. ഇതിൽ കൃത്യമായ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണത്? അഫ്വൻ, പിന്നീട് രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? ഒരടക്കമാണ്. അഥവാ മുഴുവനായി ഒരു സമാധാനം ലഭിക്കുന്ന രൂപത്തിലാണ്. ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആ രാത്രിയിൽ അവർ വിശ്രമിക്കുകയാണ്. ആ രാത്രിയിൽ അവർ എന്ത് ചെയ്യാണ്? വിശ്രമിക്കുകയാണ്. പിന്നീട് അതാ പെട്ടെന്ന് തന്നെ പകലുകൾ വരുന്നു. പറഞ്ഞതുപോലെ ഈ പകലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല. കൃത്യമായ രൂപത്തിൽ വ്യവസ്ഥയോടുകൂടി അതും സംഭവിക്കുന്നു. അങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ, രാവിലെ ആയിക്കഴിഞ്ഞാൽ അത് എന്തിനുള്ള കാര്യമാണ്? നമ്മുടെ ഉപജീവനം തേടാനും ഹറക്കത്തിനുള്ള സമയമാണ്. അഥവാ നമ്മുടെ ശരീരം അത് ചലിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഉള്ള സമയമാണ് പകലുകൾ. രാത്രി എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്, നമുക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ സമാധാനം അടയുവാനാണ് രാത്രി ഉള്ളത്. അതിനാൽ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം രാപ്പകലുകൾ മാറി മറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതിനാൽ തന്നെ റബ്ബ് രാപ്പകലുകളെ കൊണ്ട് സത്യം ചെയ്തതായി കാണാം. നമുക്കറിയാം, അള്ളാഹു ഒരു കാര്യത്തിനെ പറ്റി സത്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ വലിപ്പത്തെയാണ് അത് അറിയിക്കുന്നത്. അതിൻ്റെ വലിപ്പത്തെയും മഹത്വത്തെയുമാണ് അതറിയിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതിനെപ്പറ്റി ചിന്തിക്കാൻ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. എന്താണ്? രാപ്പകലുകൾ മാറി മറിയുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? കൃത്യമായി ആലോചിക്കണം, ചിന്തിക്കണം. ഏത് രൂപത്തിലാണ് ഇങ്ങനെ ഇത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ധാരാളം ആളുകൾ പടച്ചതാണെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവുകയില്ല? ഈ രൂപത്തിലായിരിക്കുകയില്ല കാര്യങ്ങൾ നടക്കുക. അഥവാ ഇന്ന സമയത്ത് രാത്രിയാകണം, ഇന്ന സമയത്ത് പകലാകണം എന്നത് വ്യവസ്ഥപരമായി നടക്കണമെങ്കിൽ ഒരൊറ്റ റബ്ബേ ഉണ്ടാകാൻ പാടുള്ളൂ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇത് പടച്ചവൻ അവൻ ഒരാൾ മാത്രമാണ്. അഥവാ ധാരാളം ആളുകൾ കൂടിയാണിത് പടച്ചത് എങ്കിൽ ഒരിക്കലും ഈ വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ്. അതിനുശേഷം ഷേഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, തഅമ്മൽ ബി അർജാഇ സമാഇ ജമീഇഹാ കവാകിബുഹാ വഖാദത്തുൻ തതറദ്ദദു. പിന്നീട് വീണ്ടും ഷേഖ് ആകാശത്തിനെ പറ്റി പറയുകയാണ്. എന്താണ്? തഅമ്മൽ, നീ ചിന്തിക്കണം. ബി അർജാഇ സമാ, ആകാശത്തിൻ്റെ എല്ലാ അറ്റങ്ങളെ പറ്റിയും നീ ചിന്തിക്കണം. കവാകിബുഹാ വഖാദത്തുൻ തതറദ്ദദു, നക്ഷത്രങ്ങൾ അത് വളരെ വെളിച്ചം നൽകുന്ന രൂപത്തിൽ ആകാശത്തിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയും നീ ചിന്തിക്കണമെന്ന് ഷേഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മുകളിലുള്ളതായ, നമ്മുടെ കണ്ണെത്തും ദൂരം വരെയുള്ള കാര്യത്തിനെയാണ് ആകാശമെന്ന് പറയുക. ചിലർ പറഞ്ഞതായി കാണാം, ആകാശത്തിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആകാശത്തിൽ തന്നെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. അല്ലാഹു ആലം. അപ്പോൾ എന്തായിരിക്കും ആകാശത്തിൻ്റെ ആ വലിപ്പം? അത് തന്നെ സഹോദരങ്ങളെ, ഇത്രയും വിശാലമായ ആകാശത്തെ അതിനിടയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? ഒരു വിടവ് കാണാൻ സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ആ പടച്ചവൻ്റെ വലിപ്പത്തെയാണ് അറിയിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു വിടവ് പിന്നീട് അതൊരു കൂട്ടിയോജിപ്പിച്ച രൂപത്തിൽ ഒരിക്കലും നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുകയില്ല? ആകാശത്തിനെ കാണാൻ സാധിക്കുകയില്ല. കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പടച്ചു. അതുമാത്രമല്ല സഹോദരങ്ങളെ,
എത്ര മനോഹരമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ പടച്ചത്. സീനത്തുല്ലിസമ, ആകാശത്തിൽ നക്ഷത്രങ്ങളെ പടച്ചത് അതിനെ അലങ്കാരമായി മാറ്റാനാണ്. എന്നാൽ ആ നക്ഷത്രങ്ങളും നമുക്ക് എന്ത് നൽകുന്നുണ്ട്? വെളിച്ചം നൽകുന്നുണ്ട്. അതുമാത്രമല്ല, അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യതറദ്ദദു എന്ന് പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു നക്ഷത്രം മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറിക്കൊണ്ടിരിക്കൽ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണത്? ചില സ്ഥലങ്ങൾ നമുക്കറിയാം, ഇന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കൊയ്യാനും അല്ലേ, കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. മഴ ഇന്ന സമയത്താണ് ഉണ്ടാവുക എന്നറിഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചില നക്ഷത്രങ്ങൾ ചില സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ ദൃശ്യമായാൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചില ഫലങ്ങളും മറ്റും കൊയ്യാൻ എളുപ്പമാകും എന്ന രൂപത്തിൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞതായി കാണാം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഓരോ കാര്യങ്ങളും പടച്ചതിന് പിന്നിൽ വ്യക്തമായ യുക്തിയുണ്ട്. അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. അത് അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാതെ പോയവൻ അറിയാതെ പോയി എന്ന് മാത്രം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ചില നക്ഷത്രങ്ങളെ ചില വർഷങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. ചില നക്ഷത്രങ്ങളെ ചില വർഷങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുഹൈൽ എന്ന് പറയുന്ന ഒരു നക്ഷത്രം, അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമേ കാണാൻ സാധിക്കൂ എന്നതാണ്. സുഹൈൽ എന്ന് പറയുന്ന ഒരു നക്ഷത്രം വളരെ റയറായി കാണപ്പെടുന്ന, എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ എന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഭൂമിയോട് അടുക്കുമ്പോൾ ചില നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. എന്നാൽ അത് ഭൂമിയോട് വിദൂരമായി കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ സാധിക്കുകയില്ല. അതിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിലും ഗോപ്യമാകുന്നതിലുമെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അഥവാ ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല, മറിച്ച് ഇതൊക്കെ അറിയിച്ചു തരുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിപ്പത്തെയും അതുപോലെ തന്നെ അള്ളാഹു ഏകനാണെന്നതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ഇലാഹുകൾ ഉണ്ട് എങ്കിൽ ഭൂമി തന്നെ ഫസാദാകും. അള്ളാഹു പറഞ്ഞതുപോലെ ഒരിക്കലും എന്തുണ്ടാവുകയില്ല, ഈ രൂപത്തിൽ കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം റബ്ബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. കാരണം റബ്ബിനെ കുറിച്ച് പഠിക്കുക എന്നത് അവസാനിക്കുകയില്ല. റബ്ബിനെ പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മളിൽ ഒരാളും തിന്മ ചെയ്യില്ല. നമ്മളിൽ ഒരാളും തിന്മയുമായി നമ്മുടെ അഹങ്കാരവുമായി മുന്നോട്ട് പോവുകയില്ല. അതിനാൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് റബ്ബിനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം കിതാബ് തൗഹീദ് 70-ൽ കൂടുതൽ തവണ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതെവിടെയാണ്? സൗദിയിലാണ്. നമുക്കറിയാം, അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള സാധാരണക്കാർ ഇവിടെയുള്ള പഠിച്ചവരെക്കാൾ തവക്കുലും തൗഹീദുമുള്ള ആളുകളാണ്. അത് അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അത് വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? ഒരു തവണ ഏതെങ്കിലും തൗഹീദിൻ്റെ കിതാബ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഇത് എടുക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയുന്നതാണ്. ദിവസേന ഓരോ ഫിത്നകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അഖീദപരമായി, വിശ്വാസപരമായി ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ എന്ന് പറഞ്ഞ് വേഷം കെട്ടുന്ന ആളുകളെ വഴിതെറ്റിക്കാൻ ദിവസവും ഓരോ തെളിവുകൾ കൊണ്ടാണ് വരുന്നത്. ജാറങ്ങളിലുള്ളവരെ വിളിക്കാനും അതുപോലെ തന്നെ ഔലിയാക്കളെ വിളിച്ചു തേടാനും ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഓരോ തെളിവുകളാണ് കൊണ്ടുവരുന്നത്. അതിൽ ആളുകൾ വീണു പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് അത്ഭുതം. എന്താണ് ഇതിനുള്ള കാരണം? തൗഹീദ് അത് പഠിക്കുന്നില്ല എന്നത് മാത്രമാണ്. അതുമാത്രമല്ല സഹോദരങ്ങളെ, യഥാർത്ഥ ദീൻ പഠിക്കാതെ ആളുകൾ പല ളലാലത്തിലേക്കും പോവുകയാണ്. തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ കാണാൻ സാധിച്ചു. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ എന്താണ് ചെയ്യുന്നത്? 6000-7000 രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഒരു ഇരുട്ടുള്ള റൂമിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കുറേ വട്ടം കറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്?
എന്നിട്ട് ആ വീഡിയോയുടെ താഴിൽ ധാരാളം കമൻറ്റുകളാണ്, എനിക്കും നിസ്കരിക്കണം ഖുശൂഅോടുകൂടി, എനിക്കും ഇതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ എന്ത് ചെയ്യാണ്, കമൻ്റ് ഇടാണ്. എന്നിട്ട് ഇതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്ന രൂപത്തിൽ ആളുകൾ പറയുന്നത്. ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന സുഖാണത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞോ, നിങ്ങൾക്ക് ഖുശൂ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇരുട്ടുള്ള റൂമിൽ വെളിച്ചവും കത്തിച്ച് ഇങ്ങനെ വട്ടം കറങ്ങണം. ആളുകൾക്കുള്ള അജ്ഞത എത്രത്തോളമാണ് എന്നത് അറിയിക്കുന്നതാണ് ഇതൊക്കെ. ഈ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആളുകൾ പഠനത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ കബളിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രയാസമാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഖുശൂ ഉണ്ടാക്കുകയാണ് അത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് നമ്മളോട് റബ്ബ് പറഞ്ഞത് ഖുശൂ ഉണ്ടാകാൻ? അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ വിടവാങ്ങി പോകുന്നവൻ എങ്ങനെയാണോ നിസ്കരിക്കുക അതുപോലെ നിസ്കരിച്ചാൽ മതി. ഓരോ ആളുകളും മനസ്സിലെന്ത് ചെയ്യുക, അത് കൊണ്ടുവരിക. എനിക്കിനി ഒരു നിസ്കാരമില്ല, എനിക്ക് ഇനിയൊരു നിസ്കാരമില്ല, ഈ നിസ്കാരത്തോടു കൂടി എൻ്റെ മരണമാണ് എന്ന രൂപത്തിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? നല്ല ഖുശൂ ലഭിക്കും. ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി എനിക്കൊരു നിസ്കാരമില്ലല്ലോ എന്ന രൂപത്തിൽ നിസ്കരിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ജൂതന്മാർ വന്ന് റസൂലിനോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ എന്തുണ്ട്, നല്ല ഖുശൂ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റസൂലിൻ്റെ അടുക്കലല്ല, ചില ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവരെന്താണ് മറുപടി കൊടുത്തത്? കേടുപാട് വന്ന കെട്ടിടത്തെ വീണ്ടും കേടുപാട് വരുത്തുന്നതിൽ ശൈത്താൻ എന്ത് ലാഭമാണുള്ളത് എന്ന രൂപത്തിൽ മറുപടി പറഞ്ഞതായി കാണാം. അഥവാ മുഅ്മിനെയാണ് ശൈത്താൻ പ്രയാസപ്പെടുത്തുക. ഇവരിവിടെ പോയി കഴിഞ്ഞാൽ ശൈത്താൻ അവർക്ക് എന്തുണ്ടായി കൊടുക്കും? നല്ല സുഖം ഉണ്ടായി കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യും? ഇവർ വീണ്ടും അവിടെ പോകും, വീണ്ടും പോകും. ഇതിൽ ലാഭമായിരിക്കാണ് ഇത് ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹിൻ്റെ ദീൻ പഠിക്കൽ കൊണ്ടല്ലാതെ ഇതുപോലുള്ള ഫിത്നകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.